ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യാത്രാ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഷാർജയിലെ കൽബയിലെ ഹാങ്ങിങ് ഗാർഡനിലെ കുറച്ച് വീഡിയോസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇത് പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ളതാണ്. കഴിഞ്ഞ ഈ മാർച്ചിലാണ് കേട്ടോ ഇത് ഓപ്പൺ ആയത്. മാർച്ച് ലാസ്റ്റാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഷാർജയിൽ നിന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ കൽബയിലേക്ക്. അപ്പോൾ കൽബ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് ഒരു ചെറിയൊരു ടണലൊക്കെ കഴിഞ്ഞ പാടന്നെയാണ് ഈ ഹാങ്ങിങ് ഗാർഡൻ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ അങ്ങോട്ട് ഫ്രീ ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരാൾക്ക് 5 ദിർഹംസ് ഉണ്ട് കേട്ടോ. പിന്നെ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എക്സിറ്റ് ആവുന്ന സമയത്ത് പാർക്കിംഗ് ഫീയും 5 ദിർഹംസ് വാങ്ങുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഫീസൊന്നുമില്ല കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് വീഡിയോകളൊക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടെ ദുബായിലൊക്കെ അന്ന് മഴ കഴിഞ്ഞതിൻ്റെ ശേഷം മലകളും മരുഭൂമിയൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ചപ്പ് കാണുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇത് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ, കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി വീഡിയോ എടുത്തതാണ് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ വെള്ളക്കെട്ടുകളും അരുവികളും ഉറവുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മഴ കഴിഞ്ഞതിന് ശേഷം ആ മഴയുടെ പ്രത്യാഘാതങ്ങളും ഉണ്ട് കേട്ടോ. റോഡൊക്കെ മൂടിയിട്ട് ക്ലീൻ ചെയ്തിട്ട് 2 സൈഡിലേക്കും നീക്കിയതും റോഡൊക്കെ ഒലിച്ചു പോയതും അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ അവിടെ. ഇങ്ങനത്തെ ഏരിയയിലൊക്കെ പോകുമ്പോഴാണ് കേട്ടോ മഴേൻ്റെ ആ ഒരു പ്രത്യാഘാതം നമുക്ക് കൂടുതൽ മനസ്സിലാവുക. ഇത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ, പോകുന്ന വഴിയിലുള്ളതാണ്. ഈ ചൂട് കാലത്താണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 6 മണി 6:30 അവിടെ എത്തുന്ന രീതിയിൽ പോയാൽ മതി. ഈ ഒരു സീസണിലൊക്കെ ചൂട് കാലത്തൊക്കെ പോവുകയാണെങ്കിൽ, വിൻ്റർ സീസണിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അവിടെ ഗാർഡൻ ആണല്ലോ കാണാൻ പോകുന്നത്. അപ്പം അവിടെ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കണ്ടോ വെള്ളം ഉറവകളും ഒക്കെ ആയിട്ട്. ഇപ്പോൾ വീക്കെൻഡിലൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഹാങ്ങിങ് ഗാർഡൻ. ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയിട്ട് നിറച്ചു ചെടികളിങ്ങനെ തൂക്കിയിട്ടാന്ന് കേട്ടോ നമ്മൾ വിചാരിച്ചത്. അപ്പം അങ്ങനെയല്ല കേട്ടോ, അവിടെ ചെന്നപ്പോൾ മനസ്സിലായത്. എന്തായാലും പോകുന്നത് നഷ്ടമൊന്നും ആവില്ല കേട്ടോ, കുറച്ച് ദൂരം യാത്ര ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ ആ യാത്ര ഇതുപോലെ മലകളും കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും അടിപൊളിയായിരിക്കും. വീക്കെൻഡിലും ഇപ്പോൾ ഇതിൻ്റെ ഹോളിഡേയ്സൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഒക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. പക്ഷെ വൈകുന്നേരങ്ങളിൽ പോകണം. ഇതാ ഗാർഡൻ എത്തുന്നതിന് മുന്നേ ഇതുപോലെ ഒരു ചെറിയ ടണലുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഹാങ്ങിങ് ഗാർഡന്. റെസ്റ്റോറൻറ്റുകൾ അങ്ങനത്തെ കടകളൊന്നും കുറവാണ് കേട്ടോ, ഷോപ്പുകളൊക്കെ. അപ്പോൾ നമ്മൾ കയ്യിൽ വെള്ളമൊക്കെ കരുതിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അവിടെ താഴെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഈ ഇതിൻ്റെ മലേൻ്റെ മുകളിലും ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. വൈകുന്നേരം 6 മണിക്കും ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് വരുമ്പോൾ നമ്മൾ എന്തായാലും ക്ഷീണിച്ച് പോകാൻ. നല്ല ചൂടാണല്ലോ ഇപ്പോൾ അവിടെ. വിൻ്ററിലെ സീസണിൽ നല്ല അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഈ രണ്ട് സൈഡിലും മലയാണ് കേട്ടോ. മഴ കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഗാർഡൻ ഉണ്ടാക്കിയ പോലെ നമുക്ക് തോന്നും കേട്ടോ. ചുറ്റും മലയാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു റോഡും. ആ മലേനെ തട്ടാക്കി ലെയറാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗാർഡൻ പോലെ ആക്കി വെച്ചിട്ട് ആ ഓരോ ലെയർ കൂടി നമുക്ക് ഇങ്ങനെ നടക്കാം. അങ്ങനെ 3-4 ലെയർ ഉണ്ട് കേട്ടോ. അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. മുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. താഴെ കുട്ടികൾക്ക് കളിക്കാനും പ്ലേ ഏരിയയും ഒക്കെ ഉണ്ട്. അതുപോലെ ലെയറായിട്ട് ഈ ഒരു കുന്നിനെ ഉണ്ടാക്കിയെടുത്തോണ്ടായിരിക്കണം ഇതിന് ഹാങ്ങിങ് ഗാർഡന് പേര് കൊടുത്തത്. ഇതുപോലെ 2 സൈഡിലും മരക്കഷ്ണങ്ങൾ കൊണ്ടാണ് കേട്ടോ, മണ്ണും മരക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വഴി ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നൂല കേട്ടോ. സ്റ്റെപ്പ് ഇങ്ങനെ കയറുമ്പോൾ ആദ്യം ഇങ്ങനെ കുറച്ച് കയറി ഒരു ലെയർ അതിലിങ്ങനെ നടന്ന് പിന്നെ അടുത്ത ലെയർ കയറി
അപ്പോൾ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമുക്ക് ഏതായാലും ഇഷ്ടമായി. പോയ യാത്ര വലിയ നഷ്ടമായി എന്ന് തോന്നിയില്ല. അതുപോലെയുള്ള വഴികൾ അതിൽ കൂടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. രണ്ട് സൈഡിലും മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നമുക്ക് ഈ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഒരു എക്സിറ്റ് ഉണ്ട്. അതിലേക്ക് ഇവിടെ പോകുമ്പോൾ വണ്ടിയും കൊണ്ട് ഏറ്റവും ടോപ്പിലും പോവാം കേട്ടോ. ഇതിൽ തന്നെയും കയറാൻ ബുദ്ധിമുട്ടുള്ളൊരു വണ്ടി വെച്ചിട്ട് അങ്ങനെ കയറിയിട്ട് പിന്നെ കറങ്ങി ഇങ്ങനെ വരാം. എന്തായാലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. ഇങ്ങനെ കയറി നടന്നതിൻ്റെ ക്ഷീണമൊന്നും അറിഞ്ഞതേ ഇല്ല. ഇതുപോലെയുള്ള കൈവരികളൊക്കെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. താഴോട്ടുള്ള കാഴ്ചകൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ആ വെള്ളച്ചാട്ടവും നല്ല പച്ചപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ ക്ഷീണിക്കുമ്പോൾ. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഷാർജയിലുള്ള UAE-ലുള്ളവർക്കൊക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് അധികം ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ മാർച്ച് ലാസ്റ്റാണ് ഇത് ഓപ്പണിംഗ് ആയത്. അതുകൊണ്ട് എന്നാലും കുറേ ആളുകൾക്കൊക്കെ അറിയായിരിക്കും. അറിയാത്തവരോട് പറയാണ്, നല്ല നമ്മൾ ഈ 1.5 മണിക്കൂർ ദൂരെ യാത്ര ചെയ്യുന്നൊന്നും നമുക്ക് നഷ്ടമാവില്ല. പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈവനിങ്ങിന് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ ചൂട് സമയം ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഈ ഗാർഡൻ കഴിഞ്ഞ് കുറച്ച് താഴോട്ട് പോകുമ്പോൾ നല്ലൊരു ഡാമും ഉണ്ട് കേട്ടോ. ഹൈഫല ഡാം അങ്ങനെ എന്തൊക്കെ പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. അതുപോലെ നല്ലൊരു ഡാമുണ്ട്. ബോട്ടിംഗ് ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാനോടെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാനും ഈവനിങ് എന്താ പറയുക രാത്രി സമയത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.